നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയെന്നറിയോ? ഇതാണ് തോപ്പുംപടി ജംഗ്ഷൻ. അവിടെ നമുക്ക് എറണാകുളത്തേക്ക് പോകാനുള്ള പാലമാണ്. ഒരു കൺവെൻഷൻ സെൻറ്റർ ഇത്. യെസ്, എന്താണ് ഈ ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ? നമുക്ക് ഒരു എറണാകുളത്തുള്ളൊരു വ്യക്തിക്ക് കൊച്ചി, തോപ്പുംപടി, ഫോർട്ട് കൊച്ചി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ ഒരു ജംഗ്ഷൻ കയറണം, ഈ ജംഗ്ഷൻ വരണം. അതേപോലെ തന്നെ പള്ളൂർത്തി, അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്ക് ഈ ഒരു ഐലൻഡാണ്, ഒരു ജംഗ്ഷനിലേക്ക് വരണം. തോപ്പുംപടിയിലേക്ക് ഫോർട്ട് കൊച്ചി പോകാനായിക്കോട്ടെ, നമുക്ക് ചെല്ലാനം, അതേപോലെ തന്നെ പള്ളൂർത്തി, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം പള്ളൂർത്തി. അപ്പോൾ ഇവിടെ ഞാൻ ഡെയിലി ഇതുവഴി പോകും, കാരണം എൻ്റെ വീട് ഇവിടെയാണല്ലോ, അതിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ ഞാൻ ഡെയിലി ഈ ഭാഗത്തേക്കൊക്കെ പോകും. ഇവിടെ നിന്ന് ഇപ്പോൾ എറണാകുളത്ത് പോകാനാണ്, അവിടെ പാലത്തേക്ക് കൂടെ പോകും. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു അടിപൊളി സ്ഥലം 2 ദിവസമായി കാണുന്നത്, സത്യം പറയാം 2 ദിവസമായി കാണുന്നത് വണ്ടി വരും. അതാണ്ട് ഈ ഒരു ബോർഡ്, ഷാലിമാർ ബിരിയാണി സെൻറ്റർ. ശരിക്കും പറഞ്ഞിട്ട് മുമ്പ് ഇത് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒരു കടയായിരുന്നു. പിന്നെ ഇത് മാറ്റി അവരൊരു ബിരിയാണി കട തുടങ്ങി ഇവിടെ. അവിടെ തന്നെ നിങ്ങളിത് ഈ സൂക്ഷിച്ച് നോക്കിയേ, ഇവിടെ കണ്ടോ ഓണം ബിരിയാണി സദ്യ. അതിൽ നോക്കിയേ ഐറ്റംസ്, അതേപോലെ 299 രൂപ. അപ്പോൾ ഞാൻ വിചാരിച്ചത് കഴിക്കാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം, നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. ചേട്ടാ ബിരിയാണി സദ്യ കഴിക്കാൻ. അപ്പോൾ എങ്ങനെ മുകളിലിരിക്കുകയാണ്? ഒരു മിനിറ്റ്. ഓ നോ, ബിരിയാണി തീർന്നു പോയി ഗൈസ്, സാഡായി. ഷോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ. ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോർ ഇതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് തിന്നാന്ന് വെച്ച് ഗൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ ഉണ്ടല്ലോ 2 മണിക്കാണ് ആക്ച്വലി വന്നത്, ഉച്ച സമയത്ത്. പക്ഷെ കഷ്ടകാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കഷ്ടകാലം ഞാൻ വന്ന് ചോദിച്ച് ബിരിയാണി ഉണ്ടോ കേട്ടാന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറയോ തീർന്നു എന്ന് പറഞ്ഞു. എൻ്റെ കഷ്ടകാലത്തിന് തീർന്നു പോയി. പിന്നെ ഞാൻ വീട്ടിൽ പോയി വെള്ളമൊക്കെ കുടിച്ച് കിടന്നുറങ്ങി. എന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. 6 മണിക്ക് ബിരിയാണി പിന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു, ബിരിയാണി സദ്യ. പിന്നെ ഞാൻ ഏകദേശം ഒരു 6 മണിയായി, ഏകദേശം ആവണുള്ളൂ, 5:45 പക്ഷേ ഇവിടെ ബിരിയാണി റെഡിയാണ്. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ അറിവിലുണ്ടല്ലോ, സാധാരണ എല്ലായിടത്തും ബിരിയാണി രാവിലെ ഒരു 11-12 ഉണ്ടാക്കും. 11-12 ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ആ ബിരിയാണി തന്നെ ആയിരിക്കും നമുക്ക് വൈകുന്നേരം, ഉച്ചക്ക്, രാത്രിയൊക്കെ അവർ ബിരിയാണി ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും. വേറെ അവർ പിന്നെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നണില്ല. വേറെ റെസ്റ്റോറൻറ്റിൽ ഒറ്റ നേരം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുള്ളൂ, അപ്പം ഉണ്ടാക്കൂലല്ലോ. ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെയാണ് പിന്നെയും നമ്മൾ പറയുമ്പോൾ തന്നെ ഉണ്ടാക്കി തരണം. അത് വൈറ്റ് റൈസ് ഓൾറെഡി കുക്ക്ഡ് ആയിരിക്കും, അതിലേക്ക് മിക്സ് ചെയ്താണ് അവർ ഉണ്ടാക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ബിരിയാണിയാണ് ഇവിടുത്തെ മെയിൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉച്ചക്ക് വൈകുന്നേരം ഒക്കെ ബിരിയാണി ഉണ്ടാക്കും അവർ. അതായത് ദം ബിരിയാണി മറ്റേ ഇതിലാക്കിയിട്ട് ഉണ്ടാക്കും അവർ. അത് അടിപൊളിയാണ് കേട്ടോ. അതെനിക്കൊരു പുതിയ അറിവാണ്. ഞാൻ കണ്ടേക്കണ എല്ലാ ഹോട്ടലിലും ഉച്ചക്കാണ് അവർ ഉണ്ടാക്കുന്നത് ബിരിയാണി. ഉച്ചക്ക് ഉണ്ടാക്കുക, അത് തന്നെ അവർ രാത്രി അത് തരുള്ളൂ. നമ്മളിപ്പോൾ രാത്രി ബിരിയാണി അവിടെ തരണമെങ്കിൽ തന്നെ ആ ഉച്ചക്ക് ഉണ്ടാക്കിയ ബിരിയാണി തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വൈകുന്നേരം ഉണ്ടാക്കും. അതായത് ഒരു 5 മണിക്ക് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു ഇവിടെ ബിരിയാണി. അവരങ്ങനെ പറഞ്ഞു 5 മണിക്കൊക്കെ പിന്നെ ഉണ്ടാക്കും ബിരിയാണി തീരണം അനുസരിച്ച്. കാരണം ഷാലിമാർ ബിരിയാണി എന്നാണല്ലോ പേര്, ബിരിയാണി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാനാണ്. ബിരിയാണി ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്ത് പിന്നെയും വന്ന് ഞാൻ അവിടെ പറഞ്ഞ്. സോ ഗൈസ്, ഇവിടെ നമ്മുടെ വാഴയില വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫാനൊന്ന് ഓഫ് ചെയ്യാവോ? AC ഒക്കെ ഇട്ടോട്ടോ, എനിക്ക് AC കുഴപ്പമൊന്നുമില്ല. ഫാൻ ഉള്ളത് കൊണ്ട് ഗൈസ് ഭയങ്കര ബുദ്ധിമുട്ട്. വാഴയില വന്നിട്ടുണ്ട്. വാഴയിലൊരു പൊറോട്ട വെച്ചിട്ടുണ്ട്. ഇതെന്താ കേട്ടോ കറി അല്ലേ? ബീഫാണോ? ചിക്കന്. ഇത് ചിക്കന് 65. ഇത് ബീഫും ചിക്കനാണല്ലോ മെയിൻ. ബിരിയാണി ഏതായിരുന്നു? ചിക്കൻ ബിരിയാണി. ശരിക്കും ഞാൻ ബീഫായിരുന്നു ബിരിയാണി പ്രതീക്ഷിച്ചത്. ഇവിടെ ബീഫ് ബിരിയാണിക്ക് മുട്ടയില്ല അല്ലേ? മുട്ട ചിക്കൻ ബിരിയാണിക്ക് നമുക്കൊരു മുട്ടയും കൂടി കിട്ടും, ബീഫിന് മുട്ടയില്ല. പക്ഷെ രണ്ടിനും ഒരേ വിലയാണ്. ഇതെന്താ പൈസ ഉണ്ടോ? ഓക്കെ. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, വേറെ ഇനി എന്തെങ്കിലും ഉണ്ടാകുന്ന വിഭവങ്ങൾ? ഇത്രേ ഉള്ളൂ. ഓക്കെ ഏട്ടാ, ശരി. താങ്ക് യു.
ആ എ സി ഒന്ന് ഇട്ടേക്കണേ. ആ എ സി ഫാന് കുഴപ്പമില്ല, എ സി ഇട്ടാൽ മതി. 2-3 ഫാനും കൂടി അവിടെ ഇട്ടോ. ഈ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ എ സി ഇല്ല, എ സി ഇല്ലാത്തല്ല ഇട്ടിട്ടില്ല. ഫാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഫാൻ ശോകമാണ്. ഫാൻ ഉണ്ടെങ്കിൽ ഒന്ന് എല്ലയാണ്, പിന്നെ കഴിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എ സി ഇട്ടോ, എ സി എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എ സി ഇട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ആരും ഇല്ലടേ, വേറെ ആരും ഇല്ല, എല്ലാവരും താഴത്താണ് ഇരുന്ന് കഴിക്കുന്നത് കൂടുതലും. ഐ മീൻസ് ആൾക്കാർ കുറവാണ്, വൈകുന്നേരം അല്ലേ, വൈകുന്നേരം പിരിയ. കൂടിപ്പോയി അല്ലേ, മൊത്തം ഞാൻ തന്നെ ഇതൊന്ന് തീർക്കണം, വേറെ ആരുമില്ലല്ലോ ഇതൊന്ന് തീർക്കാൻ. ഷുഗർ ബാലൻസ് എടുത്തേക്കാം. കറി എടുക്കാം. ഇത് ബീഫ് കറി ഇടാം. ഇത് ചിക്കൻ 65 ആണിത്, അതിൻ്റെ പീസസാണ്, അപ്പോഴേ 4 പീസുള്ളൂ. പിന്നെ ഇതൊരു സ്ഥലത്ത് ഇത് മറ്റേ ഇടിയിറച്ചി പോലത്തെ സംഭവം ഉണ്ടോ, ബീഫാണ് സംഭവം, ഇടിയിറച്ചി പോലത്തെ സംഭവം. ഇവിടാം, ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് കുറച്ച് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ പായസമുണ്ട്. മൊത്തത്തിലുള്ള വ്യൂ ഇങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്, ഇത്രയും വിഭവങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മെയിൻ താരം, ഇതിലെ മെയിൻ ഐറ്റം ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയാണ്. ലെഗ് പീസ് തന്നെ ഉണ്ട്, ഫ്ലഫി ചിക്കൻ. ഒരു ഈച്ച ഉണ്ടടി ഇവിടെ മൊത്തം, മറുനാളിലെ കേട്ടോ ഓർമ്മയായിരുന്നു. ഫാൻ ഇട്ടിട്ടില്ല, അതാണ് പ്രശ്നം. നമുക്ക് ഈ ഒരു ഉരുള കഴിക്കാം കേട്ടോ. എന്താ അടിപൊളി ചോറല്ലേ, നല്ല അടിപൊളി റൈസ് കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാം ക്വാളിറ്റി ഉണ്ട്. ശരി, ബീഫിൻ്റെ അച്ഛനും കൂടി എടുക്കാം. അടിപൊളി കറക്റ്റ് മസാല, അല്ല മസാല ശരിക്കും മസാല അറിയുന്നില്ല. ഞാൻ കറി കൂട്ടി കഴിച്ചുകൊണ്ടായിരിക്കും. മസാല കുറവാണ്, പക്ഷെ കൊള്ളാം. ഒന്നുകൂടി കഴിച്ചു നോക്കാം. കറക്റ്റ് കിട്ടിയിട്ടില്ല, കുറച്ചുകൂടി കഴിക്കാം. ചോറ് മാത്രമായിട്ട് കഴിക്കാം. കൊള്ളാം. മസാല ഭയങ്കര കുറവാണ്. മസാല കറക്റ്റ് ഒന്നല്ല, കുറവാണ്. മസാല അറിയുന്നില്ല. ഈ ചില കല്യാണത്തിനൊക്കെ കഴിക്കുന്ന ബിരിയാണിയുടെയൊക്കെ ഏകദേശം ഇത്. റൈസ് അടിപൊളി, നല്ല ഇതുണ്ടോ, നല്ല വിട്ട് തന്നെ റൈസാണ്. പിന്നെ നേരിയ റൈസാണ് കണ്ടോ, നേരിയ റൈസാണ്. മറ്റേ ഇത് എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുക, ഈ സിൽവർ ബർക്കത്ത് എന്നൊക്കെ പറയുന്ന റൈസ് ഉണ്ട്, അതേപോലത്തെ റൈസാണ്. കൈമാർ രീതിയിലുള്ള ചില സ്ഥലത്ത് ഇന്ത്യ ഗേറ്റൊക്കെ കൊണ്ടുണ്ടാക്കും, അത് ഭയങ്കര ലോങ് ഗ്രെയിൻ റൈസാണ്. പക്ഷെ ഇത് കറക്റ്റ് റൈസാണ് ഉണ്ടാക്കാൻ. അടിപൊളി. ഓക്കെ, ഇനി ഇതെടുത്ത് നോക്കാം. സൂപ്പർ സാധനം, അടിപൊളി. ഇത് അടിപൊളിയുടെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അടിപൊളി.
ഇതാണോ നല്ല സോഫ്റ്റ്, ജമ്മി സാധനം, അടിപൊളി. കിടക്കാച്ചി കൊള്ളാം. ഇത് പൊളിച്ചാട്ടെ, ഇത് ശരിക്കും കൊള്ളാം. ഇത് നോർമൽ, എനിക്ക് വലിയ ബീഫിൻ്റെ ഇത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റ്. ഇതും കൂടി കഴിക്കാം. കുഴപ്പമില്ല. ഓക്കെ, പതുക്കെ ഇതൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് തീർക്കാം ഗൈസ്, പതുക്കെ തീർക്കാം. സോ ഗൈസ്, ഇനി നമുക്ക് മുട്ട അവിടെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് ഇതെടുക്കാം. ഇത് നല്ല ഈച്ചുണ്ട് കേട്ടോ, ഇവിടെ നല്ല ഈച്ചുണ്ട്. നമ്മൾ ഫാൻ ഞാൻ ഇവിടുത്തെ ഓഫ് ചെയ്യാൻ പറഞ്ഞ ഈച്ചകളുടെ എണ്ണം കൂടി. വാവ്, സൂപ്പർ സാധനം. നമുക്കിനി ഇടിയിറച്ചി ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ഇടിയിറച്ചി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതാകെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അന്യായം. ഇതിപ്പോൾ ഇത് ഏകദേശം 300 രൂപയാണ് ഞാൻ അവിടെ കണ്ടത്. GST ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. അവിടെ വെച്ചോ കേട്ടോ, വെള്ളം കൊണ്ടുവന്ന GST ഉണ്ടെന്ന് അറിയില്ല. 300 രൂപയായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ബിരിയാണി മാത്രമായിട്ട് കണ്ടത്. അതായത് ഇപ്പോൾ ചിക്കനും ബീഫും ഒരേ റേറ്റാണ്. ബിരിയാണി മാത്രമായിട്ട് നിങ്ങൾ സാധാ നോർമൽ ബിരിയാണി മേടിക്കണമെങ്കിൽ 160 രൂപ. 2 ബിരിയാണി, ബീഫാണെങ്കിൽ ചിക്കനാണെങ്കിൽ. അതിൽ ചിക്കനാണെങ്കിൽ നിങ്ങൾക്കൊരു മുട്ടയും കൂടി കിട്ടും. മുട്ട പ്രോട്ടീൻ എക്സ്ട്രാ കിട്ടും നിങ്ങൾക്ക്. ടേസ്റ്റ് വൈസ് പൊള്ളി. രുചി വെച്ച് നോക്കണമെങ്കിൽ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടുണ്ട് നല്ല ബിരിയാണി. പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല, വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷേ മമ്മി ഉണ്ടാക്കുന്ന കഴിച്ചിട്ടുണ്ട്, പുറത്തുനിന്ന് ഞാൻ കഴിച്ചിട്ടില്ല നല്ല ബിരിയാണി. സോ ഗൈസ്, ഞാൻ മൊത്തം അങ്ങോട്ട് ഇട്ട് എനിക്കൊരു ലെഗ് പീസും കിട്ടി, പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസും കൂടി. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ബിരിയാണിക്ക്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ, എനിക്കൊരു ഐറ്റം മാത്രം ഇട്ടു. അതായത് ബിരിയാണി അല്ലാണ്ട് വേറെ ഈ കറികളില്ല, 2-3 കറിയേ ഉള്ളൂ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്തേ ഇതാണ്, ചിക്കൻ്റെ 65. അത് അന്യായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ട നിങ്ങൾ അലിഞ്ഞു പോണ ടേസ്റ്റ്. നല്ല ടേസ്റ്റ്, അന്യായ ടേസ്റ്റ്. ഫ്ലഫി സാധനം, കിടുക്കാത്ത സാധനം ഇത്. അന്യായം, രക്ഷയില്ല. അങ്ങനെ കുറച്ചും കൂടി തീർക്കട്ടെ ഗൈസ്. അങ്ങനെ കുറച്ചായിട്ട് പരിശ്രമിച്ചിട്ട് ബിരിയാണി ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട് ഇവിടെ, ഏകദേശമൊക്കെ. ഓക്കെ, ഇത് തന്നോ കോയിൻ പൊറോട്ട. എന്തിനാണല്ലോ ഇത്രയും ചെറിയ പൊറോട്ട? ഇതിനൊരു പേരും കോയിൻ പൊറോട്ട. ഇത് തന്നോ, ഇത് ഈ കറി തൊട്ടിട്ടില്ല. മുളക് പൊടി ഒഴിച്ച്
റീഫിൽ എന്തെങ്കിലും ഒന്നും വേണ്ട, ചേട്ടാ ഫാൻ ഇട്ടോ, നല്ല ഈച്ചുണ്ട്. ഓക്കെ ഏട്ടാ, ശരി. ഇതുണ്ടോ നമുക്കുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ ഇതിലെ റീഫിൽ പരിപാടിയുണ്ട്. ഞാൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ് വിട്ട്, ഞാൻ വിചാരിച്ച് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് ഇനി നമ്മൾ ഐറ്റംസ് മേടിക്കണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ല, കുറച്ചൊക്കെ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണ്ട, അല്ലാണ്ട് തന്നെ ഒന്ന് റീഫിൽ ചെയ്ത് തരും. പിന്നെ അവർ തുടക്കമേ തരുന്ന ക്വാണ്ടിറ്റിയും കുറവാണ്. ഞാനപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതൊരു 2-3 പീസ്, അങ്ങനെ ഞാൻ പറയാം, 2-3 പീസ് മേടിച്ച് 65 മോനെ ഒരു രക്ഷയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ബിരിയാണിനേക്കാൾ ഒരു പടി മുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 65 ആണ്. നമുക്ക് 65 വന്നിട്ടുണ്ട്. 65 എന്നാ 65. ഓ, ഒരുപാട് കരിവേപ്പിലുണ്ടല്ലോ ഇതിൽ. ഇത് ഫിനിഷ് ചെയ്തില്ലല്ലോ. ബീഫ് കറി ഓക്കെയാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറയാം. പക്ഷെ ബിരിയാണിയുടെ ഒപ്പം മിക്സ് ചെയ്ത് കഴിക്കാൻ തീരെ പോരാ. ഈ കോയിൻ പൊറോട്ടയുടെ ഒപ്പം സാധനം അടിപൊളിയാണ്. ബിരിയാണി ഉള്ള 65 മോനെ ഒരു രക്ഷയില്ല. ഓ, ഞാൻ ഉണ്ടല്ലോ രാവിലെ ഒരു കോഫി കുടിച്ചു. രാവിലെ 10 മണി 10:30-11 മണി. പിന്നെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതിന് പോയി. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് വീഡിയോ എടുക്കാമല്ലോ. മാത്രമല്ല ബിരിയാണി ഞാൻ കുറേ ദിവസമായി കാണണം, ബിരിയാണി സദ്യ എന്നുള്ളത്, അത് കഴിക്കാനായിട്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ പോയി വെള്ളമൊക്കെ കുടിച്ച്, വീട്ടിൽ ഓൾറെഡി മമ്മി ഫുഡൊക്കെ അപ്പോഴത്തേക്കും കഴിച്ചു കഴിഞ്ഞു. ഞാൻ വേണ്ട മമ്മി, ഇങ്ങനെയാണ്, ഞാൻ പുറത്ത് പോയി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വേണ്ടെന്നും പറഞ്ഞു. വീട്ടിലും ഫുഡില്ല. ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങി. പിന്നെ ഇപ്പോൾ എഴുന്നേച്ച് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ബേസിക്കലി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് അധികം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ മുട്ടയും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ വെർത്താണ്, സാധനം വെർത്താണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ വയറ് കാലിയാക്കിയൊന്നും ബിരിയാണി കഴിക്കാൻ നിൽക്കരുത്. കാരണം നല്ല ഗ്യാസ് വരും. എനിക്ക് ചെറിയൊരു ഗ്യാസ് വന്നോ എന്നൊരു ഡൗട്ടുണ്ട് സത്യം പറയണ്ട. ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചിട്ട് ബിരിയാണി കഴിക്കാൻ വന്നാൽ മതിയായിരുന്നു. ഞാൻ ഓർത്തില്ല. അങ്ങനെ വലിയ ഗ്യാസിൻ്റെ പ്രശ്നം ഇല്ലാത്തതാണ്, പക്ഷേ അറിയാമല്ലോ, കാലി വയറാകുമ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരും. എടേ എനിക്കൊരു പറ്റിപ്പോയടേ, വേറൊന്നുമല്ല, ഇത്രയും കഴിച്ച് ബിരിയാണി മൊത്തം തീർത്ത്, പ്ലേറ്റ് മൊത്തം തീർത്തേണ്ട ഞാൻ ആലോചിക്കണം. ഈ സാധനം ഞാൻ തൊട്ട് നക്കാൻ പോലും വിട്ടുപോയി. സാധാരണ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും സാധനം ഏതാണെന്ന് എനിക്കറിയോ. അതുകൊണ്ട് ഇത് നല്ല അടിപൊളി പുളി, നല്ല കിടുക്കാച്ചി ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ബിരിയാണിയുടെ ഒപ്പം കൂട്ടാൻ പോയി എൻ്റെ എക്സ്പീരിയൻസ് പോയി. ഇങ്ങനെ ചപ്പാണ്ട് കഴിക്കുന്നുണ്ട്. അച്ചാറല്ല, പുളിയാണ്, നല്ല അടിപൊളി പുളി. എനിക്ക് ഒറ്റ കാര്യത്തിൽ പരാതിയുള്ളൂ. ഈ ഹോട്ടലൊന്നുമല്ല, ഏത് ഹോട്ടലാണെങ്കിലും ബിരിയാണിയുടെ ഒപ്പം പപ്പടം കൊടുക്കാറില്ല. ഊണിൻ്റെ ഒപ്പം സദ്യയുടെ ഒപ്പം ഒരു പപ്പടം കൊടുക്കും. ഇത് സദ്യയായിട്ട് ഒരു പപ്പടം ഇല്ല. അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ചോദിക്കാനും വിട്ടുപോയി, പക്ഷേ പപ്പടം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ എനിക്ക് പപ്പടം ഇല്ലാണ്ട് പറ്റൂലേ. എനിക്ക് എന്താണെങ്കിലും വെച്ച് സാധാരണ ചോറാണ്. എനിക്ക് പപ്പടം ഭയങ്കര ഒരു പപ്പട പ്രാന്തനാണ് ഞാൻ. എങ്ങനെയാണ് പപ്പടമാണ് എൻ്റെ
അത് പൊടിച്ച ആ ചോറിനൊപ്പം കഴിക്കുന്ന അത് വേറൊരു അനുഭവമാണ്. ആ പപ്പടം വെച്ച് കഴിക്കുന്ന അനുഭവം. ബിരിയാണിക്കാണെങ്കിൽ ഇച്ചിരി കൂടി ബെറ്ററാണ്. വേറെ ചോറിനാണെങ്കിലും എന്തിനാണെങ്കിലും അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് എല്ലാ പ്ലേറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് നമ്മളിനി അവസാനത്തെ ഒരു സാധനം കൂടി ട്രൈ ചെയ്യാൻ പോകുന്നതാണ്. ഇതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന സാധനം. അടപ്പായസമാണ്. നമുക്കിനി കുടിക്കാം. ലെറ്റ്സ് ഡ്രിങ്ക് ദ പായസം ഗൈസ്. പായസം കൊള്ളാം, നല്ല പൈസ. അടപ്പായസം എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തൊക്കെ പറഞ്ഞാലും വീട്ടിലുണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് ഇല്ല. മമ്മി ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഇതിന് കിട്ടൂല. നിങ്ങൾ നോക്കിക്കേ, പ്രോട്ടീൻ, ഷുഗറിന് ഷുഗർ, കാർബോഹൈഡ്രേറ്റിന് ബിരിയാണി, പിന്നെന്താണ് പിന്നെ ബീഫ്, എല്ലാം ചിക്കൻ, പ്രോട്ടീൻ എല്ലാമായി. ഒരു ഡെസേർട്ടായിട്ട് ഇതായി, തൊട്ട് നിൽക്കാൻ പുളിയായി. കംപ്ലീറ്റ് മീൽ. കംപ്ലീറ്റ് മീൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ഇത് കഴിച്ച് കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയിട്ട് ഒന്നും കഴിക്കും. ഇന്നൊരു ദിവസം ഞാൻ കഴിച്ച ഫുഡാണിത്. ഇത്രയും ഇന്നൊരു ദിവസം. പിന്നെ കഴിച്ചിട്ടില്ല ഒന്നും വേറെ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് മീൽ. ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ കഴിക്കണം. പിന്നെ ഗൈസ്, എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞാനൊരു പാവമല്ലേ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് തീരെ വ്യൂവർഷിപ്പ് ഇല്ല ഗൈസ്. നിങ്ങളെല്ലാവരും കൂടി എന്നെ ഒന്ന് അപ്പാക്കി താടേ. ബിരിയാണി ഇന്നൊക്കെ പോട്ടെ ഗൈസ്. അപ്പാക്കി തന്നില്ലെങ്കിൽ കഞ്ഞി പോലും കുടിക്കാനുള്ള വക ഉണ്ടാവില്ല. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇറ്റ്സ് ഓവർ.